നമസ്കാരം. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യണത് ഈ തന്തനെയും തള്ളനെയും വരെ തെറി പറയാൻ മടിയില്ലാത്ത വൃത്തികെട്ടവന്മാരെ ഉദ്ദേശിച്ചല്ല. അതും അഡ്രസ്സും ഇല്ല, ഒരു തേങ്ങയില്ല, തന്തയും തറവാടും ഇല്ലാണ്ട് പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. തലയിലെന്തുമില്ല ഇവന്മാരുടെ തലയിലൊന്നും. ഞാനൊരു കോമൺ സാധാരണ മനുഷ്യർക്കാണ് ഈ വീഡിയോ ചെയ്യണത്, അല്ലാണ്ട് മൃഗമായി മാറിയ ആൾക്കാർക്കല്ല, മൃഗങ്ങൾക്കല്ല. ഞാൻ ഇറാൻ യുദ്ധത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്ത്, യുദ്ധം നല്ലതല്ല, അത് എല്ലാവർക്കും സർവനാശമാണ്, അത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ലൈന്. പക്ഷേ ഇസ്ലാമിക തീവ്രവാദികൾ അത് ചെയ്തില്ല, മറ്റവർ ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിതാ തെറി പറയുകയാണ്. ഇത് യുദ്ധം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം കുടമാറ്റം കണ്ട് കളിക്കുന്ന കളിയാണ്. നിൻ്റെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഗൾഫ് മേഖലയിലുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മിസൈൽ വീഴണ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഉള്ളിൽ പേടി, നമ്മുടെ ആൾക്കാർക്കൊന്നും പറ്റരുത്. അപ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുക. അതുവരെ ഇതൊക്കെ പൂരപ്പറമ്പിലെ വെടിക്കെട്ട് കാണുന്ന അല്ലെങ്കിൽ പന്ത് കളി കാണുന്ന ഒരു സീനുള്ളൂ. യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത മനസ്സിലായിട്ടില്ല നിങ്ങൾക്കൊന്നും. പിന്നെ ഇസ്ലാമിക ആൾക്കാർ മാത്രം തീവ്രവാദികൾ. അമേരിക്ക പുണ്യാളന്മാരാ, ജൂതന്മാരെ ആൾക്കാരൊക്കെ വന്നിട്ടില്ലേ, ക്രിസ്ത്യാനികൾ വന്നിട്ടില്ലേ, ഹിന്ദുക്കൾ വന്നിട്ടില്ലേ. കൊല്ലണ കാര്യത്തിലൊന്നും ആരും മോശമൊന്നുമല്ല. 2 മഹായുദ്ധങ്ങളിലും മരിച്ചതിൽ കൂടുതൽ ആൾക്കാർ മതഭ്രാന്തന്മാർ തമ്മിൽ കൊല വിളിച്ചും ചത്തിട്ടുണ്ട്. അപ്പോൾ അത് വിട്. പിന്നെ മുസ്ലിങ്ങളെ കുറ്റം പറയും, അറബ് രാജ്യങ്ങളെ കുറ്റം പറയും. എവിടെ അറബിയിലൊക്കെ പോയി പണിയെടുത്തിട്ടാണ് കുടുംബം പോറ്റണത്. അതൊന്നും ഇപ്പോൾ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ. പക്ഷേ യുദ്ധം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഭീകരത മനസ്സിലാകണമെങ്കിൽ അത് അനുഭവിക്കണം. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ ശത്രു ആയിക്കോട്ടെ, നമ്മുടെ കൂട്ടത്തിൽ പെട്ട ആളായിക്കോട്ടെ, യുദ്ധം നടക്കുമ്പോൾ അങ്ങനെയല്ല, ആരാ മരിക്കുകയെന്ന് പറയാൻ പറ്റില്ല. എല്ലാം നമ്മുടെ പരാജയം. യുദ്ധം കൊണ്ട് ഒന്നും ഈ ലോകത്ത് ആരും നേടിയിട്ടില്ല. കുറേ പേര് അധികാരം നിലനിർത്താനും അങ്ങനത്തെ കാര്യത്തിനാണ് യുദ്ധങ്ങൾ മുഴുവൻ ഉണ്ടായത്. അല്ലാണ്ട് എന്തിനാണ് യുദ്ധം ഉണ്ടാകുന്നത്? യുദ്ധം ഉണ്ടാകേണ്ട കാരണങ്ങൾ എന്താ? ചുരുക്കം ചില വ്യക്തികളുടെ വാശിയും വൈരാഗ്യമാണ് യുദ്ധമായിട്ട് പരിണമിക്കുന്നത്. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പം നമ്മൾ വലിയ ആൾക്കാരും വേറുള്ളവർ മറ്റുള്ളവരൊക്കെ തൊലഞ്ഞോട്ടെ അങ്ങനെയല്ല. ഇപ്പോൾ സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ ഇങ്ങനത്തെ ഗൾഫ് കൺട്രീസിൽ പല സ്ഥലത്തും മിസൈലും ഇതൊക്കെ വീഴുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഇന്ത്യക്കാരുണ്ട്, ഇറാനിലുണ്ട്. ഇവർക്കൊക്കെ ഒന്നും പറ്റല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ചില വൃത്തികെട്ട മൃഗങ്ങൾ എന്നെ തെറി പറയാൻ വരിക. ഇഷ്ടമല്ലെങ്കിൽ കാണാണ്ട് എന്നാൽ പറയാം. അല്ലെങ്കിൽ ഖുമൈനി പേപ്പട്ടിയാണ്, അപ്പോൾ ട്രംപ് പേപ്പട്ടിയല്ലേ, നെതന്യാഹു പേപ്പട്ടിയല്ലേ. ചോരക്കൊതിയന്മാരാണ് ഇവരൊക്കെ. ഇപ്പം അമേരിക്ക എന്താ ഇപ്പം പറയണത്, ഇറാൻ്റെ അടുത്ത് ആറ്റം ബോംബുണ്ട്, ആറ്റം ബോംബ് ഉണ്ടാക്കേണ്ടത്, ഇതൊക്കെയുള്ള പ്രശ്നം, ലോകത്തിന് ഭീഷണി. ആറ്റം ബോംബ് ആദ്യമായിട്ട് ലോകത്ത് ഉപയോഗിച്ചത് ആരാണ്? ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നത്. ഹിരോഷിമയിൽ നാഗസാക്കിയിലും ബോംബിട്ടത് അമേരിക്ക അല്ലേ. അവരുടെ കയ്യിൽ ഇപ്പോഴും ഇല്ലേ ആറ്റം ബോംബ്? എന്നിട്ട് അവനെ താങ്ങിക്കൂടെ. ട്രംപിൻ്റെ ഒരു പൂട പറിക്കാൻ നിനക്ക് പറ്റുവാടാ എന്നൊക്കെയാണ് ഒരുത്തൻ ചോദിക്കണം. ഞാൻ ട്രംപിനെ പൂട പറിക്കണില്ലെങ്കിലും ഷൂ നക്കാൻ പോകില്ല. എനിക്കത്രേ പറയാനുള്ളത്. പൂട പറിക്കാൻ ഞാനാരാ ട്രംപിൻ്റെ? എന്നെക്കൊണ്ട് അതിനൊന്നും കഴിവില്ല. എന്ത് പറഞ്ഞാലും ട്രംപ് അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് കിട്ടുന്ന അറിവുകളൊക്കെ ഇവരുടെ വാട്സപ്പിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ്. അത് വെച്ചുള്ള ചാമ്പലാണ്. കാരണം നമ്മൾക്ക് വരണം ഓരോ കമ്മൻറ്റിൻ്റെ യൂണിഫോമിറ്റി കണ്ടാലറിയാം ഇതൊക്കെ ഏതോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുക്കണ ക്യാപ്സൂൾസാണ്. എന്തായിക്കോട്ടെ, എന്നെ തെറി പറഞ്ഞതിന് മുമ്പ് ആദ്യം സ്വയം ചിന്തിച്ച് നോക്ക്. തലേൻ്റെ ഉള്ളിൽ നിൻ്റെ വീട്ടിലെ കുട്ടി മരിച്ചാലും എൻ്റെ വീട്ടിലെ കുട്ടി മരിച്ചാലും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ വീട്ടിലെ കുട്ടിയല്ല, ആരായിക്കോട്ടെ. മരണം അത്ര വലിയ നല്ലൊരു ഇതൊന്നുമല്ല. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഷ്വാലിറ്റി അറിയണമെങ്കിൽ ആ യുദ്ധമുഖത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടാവണം. അല്ലാതെ പൂരപ്പറമ്പിൽ കുടമാറ്റം കാണുന്ന പോലെ ഇരുന്നിട്ട് ഇസ്രായേലിൻ്റെ അവിടെ തകർന്ന് ഇവിടെ തകർന്ന് അവൻ്റെ പടപ്പൂരി മറ്റവൻ ഇങ്ങോട്ട് വെടിവെച്ച് ഇങ്ങോട്ട്. യുദ്ധമാണ്, 2 ഭാഗത്തും ഉണ്ടാകും നാശനഷ്ടങ്ങൾ. അത് ചിന്തിക്കാനുള്ള ബുദ്ധിയെങ്കിലും ആദ്യം കാണിക്കുക. 10,000 ഇന്ത്യക്കാർ ഇപ്പോൾ ഇറാനിലുണ്ട്, വിദ്യാർത്ഥികളായിട്ടും പല ആവശ്യത്തിന് പോയതും. ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. ഇവരൊക്കെ ഭയത്തിൻ്റെ നിഴലിലാണ്.
എപ്പോഴും എന്ത് സംഭവിക്കാം. അപ്പോഴാണ് ഇവിടെ ഇരുന്ന് കൊണക്കണം, എന്നെ തെറി പറയാൻ പറഞ്ഞത്. ഞാൻ ഈ യുദ്ധത്തിനെതിരാണ് സംസാരിക്കണത്. അത് മനസ്സിലാക്കാനുള്ള സാധാരണ ബുദ്ധിയും കൂടി ഇല്ലല്ലോ. പറഞ്ഞിട്ടല്ല, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലേ, തന്തനെയും തള്ളനെയും പറയാൻ തെറി പറയാൻ മടിയില്ലാത്തവന്മാർക്ക് എന്ത് ഞാൻ. ഏതായാലും നമോ വാക്കാം.